ഹലോ ഓൾ, ഞങ്ങൾ AK ട്രാവഞ്ചേഴ്സിൻ്റെ കൂടെ ഒരു കുട്ടി ട്രിപ്പ് പോയാലോ? എങ്ങോട്ടാണെന്നല്ലേ? നമ്മുടെ കൊല്ലം ജില്ലയുടെ മിനി മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാട് എസ്റ്റേറ്റിലേക്ക്. അത് തന്നെ അമ്പനാട് ഹിൽസ്. കൊല്ലം ജില്ലയിലെ ഒരേ ഒരു തേയിലയും ഗ്രാമ്പൂ പ്ലാന്റേഷൻസും ഉള്ള സ്ഥലം. കൊല്ലത്ത് നിന്നും തെങ്കാശി പോകുന്ന റോഡിൽ ആര്യൻകാവ് എത്തിക്കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ ഡ്രൈവ് ഉണ്ടാവും അമ്പനാട് ഹിൽസിലേക്ക്. ആര്യൻകാവ് പഞ്ചായത്തിലെ കഴുത്തുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞാണ് നമ്മൾ അമ്പനാടേക്ക് പോകുന്നത്. അമ്പനാടേക്ക് പോകാനായിട്ട് ആര്യൻകാവിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 5:15 വൈകിട്ട് 4:15 KSRTC ബസ് സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ ബസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ 10-15 മിനിറ്റേ ബ്രേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എസ്റ്റേറ്റിനകത്തുള്ള വ്യൂ പോയിന്റിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ നടന്നു തന്നെ കുറച്ചധികം ദൂരം പോകണം. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വാഹനത്തിൽ വരിക എന്നാണ്. അതിൻ്റെ ചാർജ് വരുന്നത് 500 rupees ഓരോ വെഹിക്കിളിനും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ജീപ്പ് സർവീസസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളൊരു 3 വർഷം മുന്നേ റോസ്മല പോയപ്പോൾ അന്ന് പരിചയപ്പെട്ട ആൻ്റണി എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി നല്ലോണം അറിയുന്ന ഒരാൾ കൂടെ ഉള്ളതും നല്ലത് തന്നെയാണ്. ആൻ്റണി ചേട്ടൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായി. അങ്ങനെ 3:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അമ്പനാടേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സാധാരണ KSRTC ബസ്സും ഓൺ വെഹിക്കിളിൽ വരുന്ന ആളുകൾ കൂടുതലും ചൂസ് ചെയ്യുന്ന റോഡ് കഴുത്തുരുട്ടിയിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന റോഡാണ്, നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ കുറച്ചും കൂടി സീനിക് ആയിട്ടുള്ളൊരു റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആര്യൻകാവിൽ നിന്ന് ഹാരിസൺ എസ്റ്റേറ്റ് വഴി തകരപ്പുഴ എത്തുന്ന ഒരു വഴിയുണ്ട്. അപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നാണ് കേട്ടത്. അപ്പോൾ ആ റോഡാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. റോഡിൻ്റെ അവസ്ഥ ഇതാണ്. കുറച്ച് സ്ഥലത്തൊക്കെ ഇത് ഓഫ് റോഡാണ് പോകുന്നത്. ഈ റോഡ് നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്ത് ഫ്രണ്ടോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് എത്തുന്നത് ഒരു അടിപൊളി ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫുൾ പൈനാപ്പിൾ പ്ലാന്റേഷൻസ് ആണ്. ഇത്ര വലിയ പൈനാപ്പിൾ പ്ലാന്റേഷൻസ് സത്യം പറഞ്ഞാൽ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് ഇവിടുന്ന് ഒരു വ്യൂ. നല്ല മഴയും കോടയൊക്കെ ഉള്ള സമയത്ത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് തന്നെയാണിത്. പിന്നെ ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളായിട്ട് വരുമ്പോൾ ഇവിടെ ചുറ്റിനും ഇലക്ട്രിഫൈഡ് ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അതിൽ പോയി തൊടാണ്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കുറച്ചിങ്ങ് ഫ്രണ്ടോട്ട് വരുമ്പോൾ ഇവിടെ ഒരു അമ്പലം പോലെ ചെറിയൊരു മരവും ഇതുമൊക്കെ ഉണ്ട്. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അതിൻ്റെ സൈഡിൽ കൂടി കുറച്ച് ഫ്രണ്ടോട്ട് നടന്ന് പോകുമ്പോഴും അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നല്ലൊരു വാലി വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. എല്ലാം ഈ പൈനാപ്പിൾ പ്ലാന്റേഷൻസ് തന്നെയാണ് അധികം നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഈ റോഡ് നമ്മൾ നേരെ താഴെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് 2-3 വീടുകൾ, ഒരു ചെറിയ അമ്പലമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. നമ്മൾ തകരപ്പുര എത്തി. തകരപ്പുരയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് താഴെ ആനച്ചെടിയിലേക്കാണ്. താഴെ ആനച്ചെടി എത്തുമ്പോൾ തന്നെ നമുക്ക് മനോഹരമായിട്ടൊരു കുട്ടി അമ്പലം കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേയിലത്തോട്ടം, ടീ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ താഴെ ആനച്ചെടിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ചെറിയ ഓഫീസുണ്ട്. പിന്നെ ഈ മരങ്ങൾക്ക് ഇടയിലുള്ള തേയിലത്തോട്ടവും പിന്നെ ദൂരെ അങ്ങ് കാണുന്ന മലനിരകളും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ ആണ് നമുക്കിവിടെ തരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളൊരു ഒരു ഫ്രണ്ടിനെ ഞങ്ങളിവരെ പരിചയപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല കോടയിലൊക്കെ സമയത്ത് ഇതിൽ നല്ലൊരു ഡ്രൈവ് ആയിരിക്കും. ഇനി ഇവിടുന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് അടുത്ത് എത്തുന്നതാണ് മേലെ ആനച്ചെടി. അവിടെ നിന്നാണ് ഈ റൂട്ട് വഴി വരുമ്പോൾ ഉള്ള എൻട്രി ഫീസ് മേടിക്കുന്ന സ്ഥലം. മേലെ ആനച്ചെടിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വണ്ടി ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി കുറച്ച് ഒരു 500 meters നമ്മൾ നടന്നങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങണം. അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസ് ഉണ്ട്. അപ്പോൾ ആ ഓഫീസിൻ്റെ മേലെ കയറി നിന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു മനോഹരമായിട്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. വലി മറന്നേ നീ കൂത്താട്. അങ്ങനെ അവിടെ നിന്ന് വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ കുറച്ച് ഫ്രണ്ടോട്ട് വന്നു കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തി. അപ്പോൾ നമ്മളിപ്പം അമ്പനാട് എസ്റ്റേറ്റിലേക്ക് നമ്മൾ എത്താനായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 3-4 kilometers ഉള്ളൂ അമ്പനാട് എസ്റ്റേറ്റിലേക്ക്. ഇവിടെ ഒരു മനോഹരമായിട്ട് ഇവിടെ നിർത്തി കഴിഞ്ഞപ്പോഴുള്ള വാലി വ്യൂ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. ഭയങ്കര പ്രറ്റിയാണ്. ഈവനിങ്ങിലെ സൺസെറ്റും എല്ലാം കൂടി വന്നിട്ട് നല്ല രസമായിട്ട് തോന്നിയ ഒരു വാലി വ്യൂ ആണ്.
ഈ റൂട്ട് വന്നപ്പോൾ ഉള്ള ഓരോ നമ്മൾ കണ്ട സ്ഥലങ്ങളും നമ്മൾ നല്ലോണം നമ്മളൊക്കെ മനസ്സിന് കുളിർമ തരുന്ന നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇതാ നമ്മൾ അമ്പനാട് എസ്റ്റേറ്റിൻ്റെ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് ഈ റൂട്ട് നമ്മൾ കഴുത്തുരുട്ടിയിൽ നിന്ന് തിരിഞ്ഞ് അമ്പനാടേക്ക് ഡയറക്റ്റ് ബസ് റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ റൂട്ടിൽ എത്തുമ്പോഴുള്ള എൻട്രി ഫീസ് മേടിക്കുന്ന ഫസ്റ്റ് പോയിന്റ് ഇവിടെയാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു കുട്ടി ഹോട്ടൽ കാണാം. ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ എന്തായിട്ടും ഇത്രയും ഡ്രൈവ് ചെയ്ത് എത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് 2 ചായ കുടിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. ഇനി ഈ റൂട്ട് നമ്മൾ അകത്തേക്ക് ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് എസ്റ്റേറ്റിനകത്തേക്ക് കയറുമ്പോഴാണ് 2 വ്യൂ പോയിന്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്തിൻ്റെയാണെന്ന് അറിയണോ? അത് ഗ്രാമ്പൂൻ്റെയാണ്. തേയില പ്ലാന്റേഷൻസിന് ഇടയ്ക്കുള്ള ഗ്രാമ്പൂ പ്ലാന്റേഷൻ. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഗ്രാമ്പൂ പ്ലാന്റേഷൻസ് ആണ് അമ്പനാട് എസ്റ്റേറ്റ് ഉള്ളത്. കൊല്ലം മുതൽ നാഗർകോവിൽ വരെയുള്ള ക്ലോവ് അഥവാ ഗ്രാമ്പൂ ബെൽറ്റിനകത്ത് ഉൾപ്പെടുന്നൊരു സ്ഥലം കൂടിയാണ് ഈ അമ്പനാട് എസ്റ്റേറ്റ്. ഈ ഇലയെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഗ്രാമ്പൂവിൻ്റെ മണം കിട്ടും കേട്ടോ. പിന്നെ നമ്മളിതാ ഫ്രണ്ടിൽ ഡ്രൈവ് ചെയ്തിങ്ങ് എത്തുമ്പോഴുള്ള ഫസ്റ്റ് വ്യൂ പോയിൻ്റാണിത്. ഇതൊരു സൺസെറ്റിൻ്റെ ഒക്കെ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര മനോഹരമായിട്ടൊരു വ്യൂ തന്നെയാണ്. നമുക്ക് താഴെ തേയില ഫാക്ടറി കാണാൻ പറ്റും. ദൂരെയുള്ള സൺസെറ്റും ഒക്കെ കണ്ട് ഇവിടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല ഒരു സ്പോട്ട് തന്നെയാണിത്. ഇനി ഇവിടെ നിന്നൊരു 1 കിലോമീറ്ററും കൂടി മുകളിലേക്ക് പോയി കഴിയുമ്പോഴാണ് സെക്കൻഡ് വ്യൂ പോയിൻ്റ് ഉള്ളത്. അത് കുറച്ചും കൂടി അടിപൊളി വ്യൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടാമത്തെ വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിൻറ്റ്. ഇവിടുന്ന് ഈ സൺസെറ്റിൻ്റെ സമയത്തുള്ള വ്യൂ ആണ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 6 മണി സമയമാകുമ്പോഴത്തേക്കും തന്നെ മുകളിൽ നിന്ന് കോട പയ്യെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കണ്ടുള്ള ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ദാറ്റ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ എന്ന് തന്നെ വേണം പറയാനായിട്ട്. നേരത്തെ പറഞ്ഞ ഇലക്ട്രിഫൈഡ് ഫെൻസിങ് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാരണം ആനയും മ്ലാവും കരടിയും ഒക്കെ ഉള്ള സ്ഥലമാണിത്. എങ്കിലും പകൽ സമയത്ത് ആളനക്കവും വണ്ടിയുടെ ബഹളമൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇങ്ങോട്ട് റോഡിലേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസസ് വളരെ കുറവാണെന്നാണ് പറയുന്നത്. എങ്കിലും സൈറ്റ് ചെയ്യാനുള്ള ചാൻസസ് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. എങ്കിലും കമ്പാരിറ്റീവ്ലി സേഫ് തന്നെയാണ്. തേയില പ്ലാന്റേഷൻസിൻ്റെയും ഗ്രാമ്പൂ പ്ലാന്റേഷൻസിൻ്റെയും ഒക്കെ ഇടയിൽ കൂടി ഒരു മനോഹരമായ ഡ്രൈവും ഒരു കാഴ്ചയും തന്നെയായിരിക്കും അമ്പനാട് എസ്റ്റേറ്റ് നിങ്ങൾക്ക് ഏവർക്കും നൽകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ AK ട്രാവൻചേഴ്സ് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ.